ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു നെയിം ഹൂപ്പ് മേക്കിംഗ് ആണ് കാണിക്കുന്നത്. എന്തെല്ലാം മെറ്റീരിയൽസ് വേണം എന്നുള്ളതും ആക്രിലിക് കട്ട് എവിടുന്ന് കിട്ടുക എന്നുള്ളതും ഇതിൻ്റെ സൈസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം തന്നെ ഈ ഒരു ഹൂപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 8 ഇഞ്ചാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ്. പിന്നെ ഇതിലേക്കൊരു ഓഫ് വൈറ്റ് നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് നമ്മൾ സാധാരണ ക്ലോത്തൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു നെറ്റൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നെറ്റ് വെച്ചിട്ട് ഈ ഒരു റിങ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ നല്ലോണം വലിച്ചു കൊടുത്തിട്ട് നെറ്റ് നല്ല നീറ്റാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ ഇനിയും ടൈറ്റ് ആക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം വലിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ 1 മീറ്റർ നെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ വെച്ച് ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു സൈഡിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള നെറ്റൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഒന്നും കൂടെ ചെയ്യാൻ എളുപ്പമുണ്ടാവുക. ഞാൻ പിന്നെ അതിൻ്റെ അടുക്കത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിന്. പിന്നെ അത് നെറ്റ് എല്ലാ സൈഡും ഒരേപോലെ വലിച്ചതിന് ശേഷം ഇങ്ങനെ ഈ എക്സസ് ആയിട്ടുള്ള നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് വെച്ച് കൊടുത്താൽ മതിയേ. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് നോക്കാം. നമുക്ക് അതിനൊരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിന് പുറമെ കുറച്ച് ലീഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഫ്ലവറിൻ്റെ ബാക്കിലും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് മുന്നേ തന്നെ ലീഫ് വെക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ ഭംഗി. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഫ്ലവറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റാണ് കേട്ടോ ഞാൻ ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഭംഗി ലീഫ് ആദ്യം വെക്കുന്നതാണെന്നാണ്. ഗ്ലൂ ഗണ്ണ് ആക്കുന്ന ടൈമിന് നല്ലോണം തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. എന്നാലും ഉള്ളത് നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കുക. വീഡിയോ ലോങ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഗ്ലൂ ഗണ്ണ് നല്ലോണം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആക്രിലിക് കട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് ഈ ആക്രിലിക് കട്ടൗട്ടൊക്കെ ചെയ്തെടുക്കുന്ന ഷോപ്പിൽ നിന്ന് അങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അളവ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഹൂപ്പിൻ്റെ സൈസ് വന്നിട്ട് 10 ഇഞ്ച് ആയതിനെ കൊണ്ട് 6-6.5 ഇഞ്ച് മതി എന്ന് അവരോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെനിക്കിങ്ങനെ ചെയ്ത് തന്നിട്ട് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു ബേബി ഫൂട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊരു ഫിംഗർ ഇല്ല കേട്ടോ. ഞാനൊന്ന് ആദ്യം ജസ്റ്റ് വെച്ച് നോക്കി. അപ്പം ഓക്കെ അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഗമ്മിട്ട് ഒട്ടിക്കുന്നത്. ഞാനിതിൽ B7000 എന്നുള്ള ഗമ്മ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്രിലിക് ഷീറ്റിൽ തന്നെ 2 ടൈപ്പ് ആക്രിലിക് ഷീറ്റ് ഉണ്ട്. അതായത് ബാക്കിൽ ഗമ്മ് വരുന്ന ടൈപ്പും ഉണ്ട്, ഗമ്മില്ലാത്ത ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമർ ഐസ് എന്നുള്ളത് ഗമ്മില്ലാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ബേബി ഫൂട്ടിൽ ഗമ്മുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു ഷീറ്റ് അങ്ങനെ പീൽ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലൊരു വൈറ്റ് ഷീറ്റ് ഉണ്ടാവും, അതങ്ങനെ പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഒട്ടിക്കാനേ ഉണ്ടായിരുന്നുള്ളേ. ഇനി ഇതിലേക്ക് ഈ ഒരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇനി ആക്രിലിക് ഷീറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു വൈറ്റ് കവറും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പീൽ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കണം, ഷീറ്റൊന്നും പൊട്ടാണ്ട് വേണം കേട്ടോ എടുക്കാൻ. ഈ ഒരു സ്റ്റേജ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാവൂ കേട്ടോ. കാരണം നമ്മൾ മറ്റതിലൊക്കെ ഗമ്മ് യൂസ് ചെയ്യുന്ന ടൈമിന് നമ്മൾ വിരലൊക്കെ തട്ടിയിട്ട് ഈ ഒരു ആക്രിലിക് ഷീറ്റിൻ്റെ മുകളിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ഫിംഗറിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ പതിഞ്ഞിട്ട് ആകെ നാശമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു സംഭവം ലാസ്റ്റിലേക്ക് വെക്കുന്നത്. ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇതൊരു ധൃതിപ്പാട് പിടിച്ച് ചെയ്ത വർക്കായ കാരണം നല്ലപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത വർക്ക് ചെയ്യുന്ന ടൈമിന് നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒരു റെഡ് ഹാർട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.